യുഎയിലെ ചൂടത്ത് നമുക്ക് തണുത്ത ഒരു ക്ലൈമറ്റ് എപ്പോഴും കിട്ടുന്ന ഒരു സ്ഥലമാണ് ജബലിബർ. ജബലിബറിലോട്ട് കയറുന്ന സ്റ്റാർട്ടിംഗ് പോയിൻ്റാട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. രാത്രി നമ്മൾ വന്നാലാണ് ഈ ലൈറ്റ്സിൻ്റെ ഭംഗി കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നാഷണൽ ഡേ ആയതുകൊണ്ട് സ്പ്രേ ബോട്ടിലൊക്കെ വാങ്ങി അതൊക്കെ അടിച്ച് കളിച്ച് പതിയാണ് ഞങ്ങൾ മേളിലോട്ട് കയറിയത്. ക്യാമ്പിങ്ങിന് പോയാൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് ടെൻറ്റ് സെറ്റാക്കൽ. ടെൻറ്റ് ഓട്ടോമാറ്റിക് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ മിസ്സായ ഭയങ്കര പാടാണ് കേട്ടോ. ഇന്ന് അങ്ങനെ ഒരു പണി കിട്ടിയെങ്കിലും നമ്മുടെ പുതിയാപ്പിള അത് സെറ്റാക്കി എടുത്ത്. ക്യാമ്പിങ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോക്കുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഈ തിരക്കുള്ള ലൈഫിൽ ഒരുമിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടണത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാക്സിമം ഞങ്ങൾ എല്ലാ വീക്കെൻഡും ഞങ്ങൾക്കായിട്ടുള്ള ടൈം കണ്ടെത്താൻ നോക്കാറുണ്ട്. ഞങ്ങൾ എപ്പോൾ പോയാലും നൂഡിൽസ് ആയിട്ടാണ് പോക്ക്. ഇപ്രാവശ്യം ഞങ്ങൾ കമ്പനി ചെറുതായിട്ടൊന്ന് മാറ്റി. കുറച്ച് സ്പൈസി ചെയ്ത് നോക്കിയിട്ടാണ് വാങ്ങിയേക്കുന്നത്. പക്ഷെ ലാസ്റ്റ് പണി വാളി. നൂഡിൽസ് വായിലോട്ട് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. നൂഡിൽസ് ഇറങ്ങിപ്പോയി വഴി മുതൽ വയറിൻ്റെ അകം വരെ പോകുകയായിരുന്നു. അതിൻ്റെ എക്സ്പ്രഷൻ നമുക്കിപ്പോൾ കാണാം. ഉറങ്ങാൻ കിടന്നപ്പോൾ പോലും അതിൻ്റെ എഫക്റ്റ് മാറിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ രണ്ടാളും ടെൻറ്റിനും ഹസ്ബൻഡ് വണ്ടിയിലുമാണ് ഉറങ്ങിയത്. 6 മണിക്ക് തന്നെ സൺറൈസ് കാണാൻ വേണ്ടി ഹസ്ബൻഡ് വിളിക്കാൻ വന്നോട്ടോ. പക്ഷെ ഞങ്ങൾക്ക് എണീക്കാൻ തോന്നണ്ടേ, തണുപ്പ് കാരണം. അത്രയ്ക്ക് തണുത്ത കാറ്റായിരുന്നു പുറത്ത്. പക്ഷെ ഞങ്ങൾ പതിയെ എഴുന്നേറ്റ് വന്നു, കാരണം നല്ല വ്യൂ ആയിരുന്നു. രാവിലത്തെ വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ചില ടൈമിൽ ഇവിടെ കോട ഇറങ്ങലുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഇല്ലായിരുന്നു, പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. തണുപ്പത്തൊരു കോഫി കൂടി മസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കോഫിയൊക്കെ ഇട്ട് കുടിച്ച് പതിയാണ് ഇറങ്ങിയത്. ജബൽ ജെയ്സ് ഒക്കെ പോയി മടുത്തവർക്ക് പറ്റിയ ഒരു സ്ഥലം കേട്ടോ. നല്ല രസമുള്ള ഒരു പ്ലേസ് ആണ്. അധികം അങ്ങനെ ക്രൗഡോ കാര്യങ്ങളൊന്നും ഇല്ല. അധികം ആർക്കും അങ്ങനെ ഈ പ്ലേസ് അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. പോവാത്തവരൊക്കെ എന്തായാലും ഒന്ന് പോയി നോക്കാം. വീക്കെൻഡ് ക്യാമ്പിങ്ങിനൊക്കെ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഈ ലൊക്കേഷൻ പറഞ്ഞത് റാസൽ ഖൈമയിൽ നിന്ന് ഫുജേറയ്ക്ക് പോണ റൂട്ടിലാണ്. പോവാറായപ്പോഴത്തേക്കും ഞങ്ങൾ ബാക്കി വന്ന സ്പ്രേ ബോട്ടിലൊക്കെ എടുത്ത് അടിച്ച് കളിച്ചിട്ടൊക്കെ ആട്ടോ പോയത്. വരുന്നവരൊക്കെ മാക്സിമം വേസ്റ്റ് ഡസ്റ്റ്ബിന്നിൽ തന്നെ ഡിസ്പോസ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ അവിടെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടേക്കാൻ കണ്ടിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അടിപൊളി ഒരു സ്ഥലം കൂടി വിസിറ്റ് ചെയ്തിരുന്നു. അത് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോയാണിത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ സ്ഥലം മുമ്പേ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലെ ക്യാമ്പിങ്ങിന് പറ്റിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് കമൻറ്റിലൂടെ ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അടുത്ത വീക്കെൻഡ് ഞങ്ങൾ ആ സ്ഥലത്ത് പോയി നോക്കാം. എന്നാൽ ശരി, എന്നാൽ നമുക്ക് അടുത്ത വീക്കെൻഡ് കാണാം. ബൈ.